ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിസി ഓൺലൈൻ ബൈബിൾ ക്വിസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. പ്രത്യേകാല വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കുന്ന പല പ്രിയപ്പെട്ടവർ ഈ ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുന്നുണ്ട്. അവരൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ സുരക്ഷിതരാണെന്ന് വിശ്വസിക്കുന്നു. ദൈവം എല്ലാവരെയും അവിടങ്ങളിൽ സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വേഗത്തിൽ ഈ വിഷയങ്ങൾക്കൊക്കെ ഒരു സമാധാനം ഉണ്ടാവാൻ, ഒരു സമാധാന അന്തരീക്ഷം ഈ ദേശങ്ങളിലൊക്കെ ഉണ്ടാവാൻ തക്കവണ്ണം എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കുക. എല്ലാം ദൈവഹിതം പോലെ നടക്കട്ടെ എന്ന് പിന്നെയും പ്രാർത്ഥിക്കുക. നമുക്ക് വേഗത്തിൽ തന്നെ നമ്മുടെ ബൈബിൾ ക്വിസിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ 2 കൊരിന്ത്യർ 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളാണ്. നമുക്കറിയാം 13 അധ്യായങ്ങളാണ് മൊത്തമുള്ളത്. ഇന്നത്തെ ചോദ്യങ്ങൾ 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നാണ്. വേഗത്തിൽ തന്നെ ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: കല്ലിൽ അക്ഷരമായി കൊത്തിയിരിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ മരണ ശുശ്രൂഷ, ഓപ്ഷൻ ബി ജീവന്റെ ശുശ്രൂഷ, ഓപ്ഷൻ സി ആത്മാവിന്റെ ശുശ്രൂഷ. ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. കല്ലിൽ അക്ഷരമായി കൊത്തിയിരിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ മരണ ശുശ്രൂഷ, ഓപ്ഷൻ ബി ജീവന്റെ ശുശ്രൂഷ, ഓപ്ഷൻ സി ആത്മാവിന്റെ ശുശ്രൂഷ. ഒരു കാര്യം ഇതിനിടയ്ക്ക് പറഞ്ഞുകൊള്ളട്ടെ. ചോദ്യം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വന്ന് ചോദിക്കുക. കഴിഞ്ഞ പ്രാവശ്യത്തെ ചോദ്യം ഒരു വാക്യത്തിൽ വലിയതിന് പറഞ്ഞിരിക്കുന്ന ഗുണങ്ങളെന്ന് പറഞ്ഞിട്ട് പലരും അധ്യായത്തിൽ നിന്നാണോ എന്ന് വന്ന് ചോദിക്കുകയുണ്ടായി. നിങ്ങൾ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കാത്തതിൻ്റെ മിസ്റ്റേക്കാണത്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചാലും ഉള്ളിലുള്ള മനുഷ്യൻ എങ്ങനെയാണ്? ഓപ്ഷൻ എ ദുർബലമാകുന്നു, ഓപ്ഷൻ ബി പുതുക്കപ്പെടുന്നു, ഓപ്ഷൻ സി നശിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചാലും ഉള്ളിലുള്ള മനുഷ്യൻ എങ്ങനെയാണ്? ഓപ്ഷൻ എ ദുർബലമാകുന്നു, ഓപ്ഷൻ ബി പുതുക്കപ്പെടുന്നു, ഓപ്ഷൻ സി നശിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: പൗലോസ് മനസ്സിൽ സ്വസ്ഥതയില്ലാതിരുന്നതിൻ്റെ കാരണം എന്തായിരുന്നു? ഓപ്ഷൻ എ തീത്തോസിനെ കാണാതിരുന്നത്, ഓപ്ഷൻ ബി മക്കദോനിയയിലേക്ക് യാത്ര ചെയ്യുന്നതോർത്ത്, ഓപ്ഷൻ സി സഭയെ സന്ദർശിക്കാതെ പോയതുകൊണ്ട്. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. പൗലോസ് മനസ്സിൽ സ്വസ്ഥതയില്ലാതിരുന്നതിൻ്റെ കാരണം എന്തായിരുന്നു? ഓപ്ഷൻ എ തീത്തോസിനെ കാണാതിരുന്നത് കൊണ്ട്, ഓപ്ഷൻ ബി മക്കദോനിയയിലേക്ക് യാത്ര ചെയ്യുന്നതോർത്ത്, ഓപ്ഷൻ സി സഭയെ സന്ദർശിക്കാതെ പോയതുകൊണ്ട്. നാലാമത്തെ ചോദ്യം ഇതാണ്: ആത്മാവുള്ളിടത്ത് എന്തുണ്ട്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ആത്മാവുള്ളിടത്ത് എന്തുണ്ട്? അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: ഇന്നത്തെ ലോക സംഭവങ്ങൾക്ക് അനുയോജ്യമായ ഒന്ന് ഈ പാഠഭാഗത്ത് ഒരു വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ഇന്നത്തെ ലോക സംഭവങ്ങൾക്ക് അനുയോജ്യമായ ഒന്ന് ഈ പാഠഭാഗത്തിൽ ഒരു വാക്യത്തിൽ കാണുന്നുണ്ട്. അത് എന്താണ്? ആറാമത്തെ ചോദ്യം ഇതാണ്: ലോക ദുഃഖം എന്തുണ്ടാക്കുന്നു? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ലോക ദുഃഖം എന്തുണ്ടാക്കുന്നു? ഏഴാമത്തെ ചോദ്യം ഇതാണ്: ഇടർച്ചയ്ക്ക് ഹേതുവാകാതിരിക്കുവാനുള്ള കാരണം എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ഏഴാമത്തെ ചോദ്യം: ഇടർച്ചയ്ക്ക് ഹേതുവാകാതിരിക്കുവാനുള്ള കാരണം എന്താണ്? എട്ടാമത്തെ ചോദ്യം ഇതാണ്: കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താണ്? ഒൻപതാമത്തെ ചോദ്യം: ഉറപ്പ് എന്നർത്ഥം വരുന്ന ഒരു പദം. ഈ പദം തന്നിരിക്കുന്ന പാഠഭാഗത്ത് 2 പ്രാവശ്യം പറയപ്പെടുന്നു. ഏതാണ് ആ പദം? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ശ്രദ്ധിച്ച് കേൾക്കുക. ഉറപ്പ് എന്നർത്ഥം വരുന്ന ഒരു പദം. ഈ പദം തന്നിരിക്കുന്ന പാഠഭാഗത്ത് 2 പ്രാവശ്യം പറയപ്പെടുന്നു. ഏതാണ് ആ പദം? പത്താമത്തെ ചോദ്യം ഇതാണ്: പൗലോസ് ഒരാളെ സംബോധന ചെയ്യുവാൻ ഉപയോഗിച്ചിരിക്കുന്ന പേര്. ഇതിന് വില കുറഞ്ഞ, ദുഷ്ടതയുള്ള എന്നർത്ഥമുണ്ട്. ബൈബിളിൽ ഒരിടത്ത് മാത്രം കാണപ്പെടുന്ന ആ പേര് ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ശ്രദ്ധിച്ച് കേൾക്കുക. പൗലോസ് ഒരാളെ സംബോധന ചെയ്യുവാൻ പറഞ്ഞിരിക്കുന്ന ഒരു പേര്. ഇതിന് വില കുറഞ്ഞ, ദുഷ്ടതയുള്ള എന്നർത്ഥമുണ്ട്. ബൈബിളിൽ ഒരിടത്ത് മാത്രം, അതായത് ബൈബിളിൽ ഒരു പ്രാവശ്യം മാത്രം കാണപ്പെടുന്ന ആ പേര് ഏതാണ്?
ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചോദ്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അതിനുശേഷം മാത്രം വന്ന് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതായത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ വില കുറഞ്ഞ ഒന്നിന് പറഞ്ഞിരിക്കുന്ന 6 ഗുണങ്ങൾ ഒരു വാക്യത്തിലെന്നാണ് പറഞ്ഞത്. പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വാക്യത്തിലെന്ന്. എന്നിട്ട് പല പ്രിയപ്പെട്ടവരും വന്ന് ചോദിച്ചു ഒരു അധ്യായത്തിലെയാണോ അതോ ഒരു വാക്യത്തിലെയാണോ? അപ്പോൾ ചോദ്യം പലരും ശ്രദ്ധിച്ച് കേൾക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. എല്ലാവർക്കും വേഗം തന്നെ ഉത്തരം അയക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 7 അധ്യായമേ ഉള്ളൂ. വളരെ വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ 1 കൊരിന്ത്യർ 9 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നായിരുന്നു. ആ ഭാഗത്തെ ചോദ്യവും ഉത്തരവും എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: പരസംഗത്താൽ ഒരു ദിവസം വീണുപോയവർ എത്രയാണ്? ഉത്തരം ഇതാണ്: 23,000 പേർ. 1 കൊരിന്ത്യർ 10:8. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: സഭയ്ക്ക് ഉപകാരപ്രദമായ വരം ഏതാണ്? ഉത്തരം ഇതാണ്: പ്രവചനം. 14:4. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: പൗലോസ് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ തൻ്റെ അവകാശം എന്തു ചെയ്തു? ഉത്തരം ഇതാണ്: ഓപ്ഷൻ സി, ഉപേക്ഷിച്ചു. 9:15. നാലാമത്തെ ചോദ്യം: ആരാണ് ശപിക്കപ്പെട്ടവൻ? ഉത്തരം ഇതാണ്: 1 കൊരിന്ത്യർ 16:22 കാണാം: കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. അപ്പോൾ കർത്താവിനെ സ്നേഹിക്കാത്തവനാണ് ശപിക്കപ്പെട്ടവൻ. അഞ്ചാമത്തെ ചോദ്യം: ബുദ്ധി കൊണ്ട് എത്ര വാക്ക് പറവാനാണ് പൗലോസിന്റെ ആഗ്രഹം? ഉത്തരം ഇതായിരുന്നു: 1 കൊരിന്ത്യർ 14:19 കാണാം: ബുദ്ധി കൊണ്ട് 5 വാക്ക് പറയുവാനായിട്ട് ഞാൻ ഇച്ഛിക്കുന്നു എന്ന്. ആറാമത്തെ ചോദ്യം: ഒരു വാക്യത്തിൽ കാണുന്ന വലിയതിൻ്റെ 6 ഗുണങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഇതാണ്: 1 കൊരിന്ത്യർ 13:5 കാണാം: സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. സ്നേഹത്തിന് അനവധി ഗുണങ്ങളുണ്ട്. എന്നാൽ ഒരു വാക്യത്തിൽ കാണുന്ന 6 ഗുണങ്ങൾ ഇതായിരുന്നു നമ്മുടെ ചോദ്യം. ഏഴാമത്തെ ചോദ്യം ഇതാണ്: സഭയിൽ 3-ാം സ്ഥാനം ആർക്കാണ്? 1 കൊരിന്ത്യർ 12:28 കാണാം: ഉപദേഷ്ടാക്കന്മാർക്ക്. എട്ടാമത്തെ ചോദ്യം ഇതാണ്: സ്ത്രീകൾക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ ഉണ്ടായിരിക്കേണ്ടത് എന്താണ്? ഉത്തരം ഇതാണ്: 1 കൊരിന്ത്യർ 11:10 കാണാം: തലമേൽ അധീനതാ ലക്ഷ്യം ഉണ്ടായിരിക്കണം. ഒൻപതാമത്തെ ചോദ്യം: നല്ല ശീലങ്ങൾ നശിക്കുവാനുള്ള കാരണം എന്ത്? ഉത്തരം ഇതാണ്: 1 കൊരിന്ത്യർ 15:33 കാണാം: വഞ്ചിക്കപ്പെടരുത്, ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. സദാചാരം എന്നാൽ നല്ല ശീലം എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ 10ാമത്തെ ചോദ്യം ഇതായിരുന്നു: കൂലി, ഓഹരി, ഈ അർത്ഥങ്ങൾ വരുന്ന ഒരു പദം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആ പദം? ഇതിന്റെ ശരിയായ ഉത്തരം വരുന്നത് പദം. അതായത് മെതിക്കുന്നവന് പദം ലഭിക്കുന്നു. അതായത് കൂലി പദമായിട്ടാണ് ലഭിക്കുന്നതെന്ന് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 9:10. എന്നാൽ പല പ്രിയപ്പെട്ടവരും പ്രതിഫലം അതും ഉത്തരവായിട്ട് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഉത്തരവും പരിഗണിക്കുകയാണ്. 9:17, 18 ഈ വാക്യങ്ങളിൽ നിന്നും പ്രതിഫലം എന്ന ഉത്തരവും ഇതിന് ശരിയായിട്ട് തന്നെ വരും. ഉത്തരങ്ങൾ അയച്ച എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ചോദ്യങ്ങൾക്ക് ആരൊക്കെയാണ് ഉത്തരം അയച്ചതെന്ന് നോക്കാം. സിസ്റ്റർ സൂസൻ ജെയിംസ്, സിസ്റ്റർ ഡെൻസി ജോൺസൺ, സിസ്റ്റർ മീഖ ഷെറി, സിസ്റ്റർ ബീന ബോസ്, സിസ്റ്റർ സാലി ജോസഫ്, സിസ്റ്റർ സൂസൻ ജെയിംസ്, സിസ്റ്റർ ലിസ സുമോദ്, സിസ്റ്റർ ആനി മാത്യു, സിസ്റ്റർ ഗീതമ്മ രാജു, സിസ്റ്റർ എലിസബത്ത് സാം, സിസ്റ്റർ ലിസി വിൻസെൻറ്റ്, സിസ്റ്റർ ബീനാമി, സിസ്റ്റർ സുമ പ്രസാദ്, സിസ്റ്റർ സുജ ജെയിംസ്, സിസ്റ്റർ ശാരദാമണി ദേവി, സിസ്റ്റർ ആശ എ, സിസ്റ്റർ ബിന്നി ബേബി, സിസ്റ്റർ ജെസ്സി ആൻ്റണി, സിസ്റ്റർ അനിത സജിത്ത്, സിസ്റ്റർ നിർമ്മല വിജയൻ, സിസ്റ്റർ ഗീതമ്മ വർഗീസ്, സിസ്റ്റർ ജയ വിനേഷ്, സിസ്റ്റർ അഞ്ജുമി, ബ്രദർ മാത്യു മിലൻ, സിസ്റ്റർ റെജി മോൾ, സിസ്റ്റർ നിഖിത, ബ്രദർ ജോർജ് ടി ജി, സിസ്റ്റർ ആലീസ് യോഹന്നാൻ, സിസ്റ്റർ ജെമ്മി മാത്യു, സിസ്റ്റർ ശോശമ്മ കുര്യാക്കോസ്. 4ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം: കർത്താവിനെ സ്നേഹിക്കാത്തവൻ കർത്താവിനെ എഴുതുവാൻ വിട്ടുപോയി. സോറി, കുഴപ്പമില്ല ആൻറ്റി. നിങ്ങളുടെ ഉത്തരം റെഫറൻസ് കറക്റ്റും ഉത്തരം ഏകദേശമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ
ഭാരപ്പെടേണ്ട കാര്യമില്ല. സിസ്റ്റർ പ്യാരിയാജി, സിസ്റ്റർ ശോശാമ്മ കുര്യാക്കോസ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബൈബിൾ ക്വിസ് ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ സന്തോഷം. ആൻറ്റിക്ക് പരിചയമുള്ളവർക്ക് ഈ ബൈബിൾ ക്വിസിൻ്റെ ചാനലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. ഈ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ബൈബിൾ ക്വിസ് പഠിക്കുവാനായിട്ട് കാരണമായി തീരും. സിസ്റ്റർ റെനി സാം, സിസ്റ്റർ മോളി ജേക്കബ്, സിസ്റ്റർ ഷീനാജി, സിസ്റ്റർ ട്രീസ പോൾ, സിസ്റ്റർ ലിഥി തോമസ്, സിസ്റ്റർ പ്രേംകുമാരി, ബ്രദർ ശശി സി എ, സിസ്റ്റർ ജയ സാമുവൽ, സിസ്റ്റർ സാറാമ്മ ഡേവിഡ്, സിസ്റ്റർ പൊന്നമ്മ രാജു, സിസ്റ്റർ സൂസൻ ഫിലിപ്പ് ചെറിയാൻ, സിസ്റ്റർ നാൻസി, സിസ്റ്റർ സുനിത ഷാജി, സിസ്റ്റർ അന്നമ്മ, സിസ്റ്റർ ഡാലി ജയൻ, സിസ്റ്റർ പ്രവീണ സുനിൽ, സിസ്റ്റർ റീന മൈക്കിൾ, സിസ്റ്റർ അന്നമ്മ ജോർജ്, സിസ്റ്റർ ജലജ, ബ്രദർ ജോർജ് തോമസ്, സിസ്റ്റർ സീന സജി, സിസ്റ്റർ ലിജിമോൾ കെ ചാണ്ടി, സിസ്റ്റർ സുമതി ഭായ്, സിസ്റ്റർ ലിജി മാത്യു, സിസ്റ്റർ ജയവല്ലി, സിസ്റ്റർ അനുഷ ഷിഹാബുദ്ദീൻ, സിസ്റ്റർ സാറാമ്മ ജോസഫ്, സിസ്റ്റർ അജിത രാജൻ. സിസ്റ്റർ അജിത രാജൻ ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായി പങ്കാളിയാവാൻ കഴിയുന്നില്ല, പ്രഷർ കൂടുതലായാണ്, കണ്ണ് കാഴ്ച അംഗീകരിക്കുന്നില്ല, അതിനാൽ പൂർണ്ണമായൊരു സൗഖ്യത്തിനായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനാ വിഷയം കാണുന്ന എല്ലാവരും പ്രിയ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കാം, വേഗത്തിൽ കർത്താവ് സൗഖ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സിസ്റ്റർ ജാൻസി. ഇത്രയും പേരാണ് നമ്മുടെ ഇന്നത്തെ ബൈബിൾ ക്വസ്റ്റിന് ഉത്തരങ്ങൾ അയച്ചിരിക്കുന്നത്. ആരൊക്കെയാണ് ശരിയുത്തരം അയച്ച് വിജയികളായതെന്ന് നോക്കാം. സിസ്റ്റർ സൂസൻ ജെയിംസ്, സിസ്റ്റർ ഡെൻസി ജോൺസൺ, സിസ്റ്റർ മീഖ ഷെറിൻ, സിസ്റ്റർ സൂസൻ ജെയിംസ്, സിസ്റ്റർ ഗീതമ്മ രാജു, സിസ്റ്റർ എലിസബത്ത് സാം, സിസ്റ്റർ ലിസി വിൻസെൻറ്റ്, സിസ്റ്റർ ബീനാമി, സിസ്റ്റർ സുജ ജെയിംസ്, സിസ്റ്റർ ശാരദാമണി ദേവി, സിസ്റ്റർ ജെസ്സി ആൻ്റണി, സിസ്റ്റർ സാറാമ്മ ഡേവിഡ്, സിസ്റ്റർ ഗീത വർഗീസ്, സിസ്റ്റർ അഞ്ചുണ്ണി, ബ്രദർ മാത്യു മിലൻ, സിസ്റ്റർ ജെമി മാത്യു, ബ്രദർ ജോർജ് ടി ജി, സിസ്റ്റർ റെനി സാം, സിസ്റ്റർ മോളി ജേക്കബ്, സിസ്റ്റർ സുനിത ഷാജി, സിസ്റ്റർ അന്നമ്മ, സിസ്റ്റർ ഡാലി ജയൻ, സിസ്റ്റർ റീന മൈക്കിൾ, സിസ്റ്റർ ലിജിമോൾ കെ ചാണ്ടി, സിസ്റ്റർ സുമതി ഭായ്, സിസ്റ്റർ അനുഷ ഷിഹാബുദ്ദീൻ. ഇത്രയും പേരാണ് ശരിയുത്തരം അയച്ച് വിജയികളായിരിക്കുന്നത്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ തന്നെ ഇന്നത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. അവർക്കും ദൈവജനം പഠിക്കുവാനായിട്ട് ഇത് കാരണമായി തീരും. അതുകൊണ്ട് ദയവായി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ മറക്കരുത്. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പുതിയൊരു വീഡിയോയിൽ കാണും വരെയും കർത്താവിൻ്റെ ചിറകടിയിൽ നമ്മെ മറയ്ക്കുമാറാകട്ടെ. അവിടങ്ങളിൽ ദൈവം സൂക്ഷിക്കട്ടെ. ആമേൻ.